എന്ത് ചൂടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഫാനും എ സി ഇല്ലാതെ ഇരിക്കാന്ന് വിചാരിച്ചാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഞാൻ പുറത്ത് വന്നിട്ട് പോലും എനിക്ക് ചൂടെടുക്കും. എന്തായാലും പത്രത്തിൽ നിന്ന് ചൂടായിട്ട് എന്താ ഉള്ളത് നോക്കാം. ഫസ്റ്റ് പേജിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് കൽക്കട്ട ഹൈക്കോർട്ട് റിജക്ട്സ് ഗവൺമെന്റ് ഒബ്ജെക്ഷൻ ടു നിക്കോബാർ ബിൽ, അതൊന്ന് വായിച്ചോണം. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ പേജ് നമ്പർ 3 ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് ഡ്രോസ് അപ്പ് ആക്ഷൻ പ്ലാൻ ടു പ്രൊട്ടക്ട് സ്റ്റുഡൻസ് ഫ്രം ഡ്രഗ് ട്രാഫിക്കേഴ്സ്, അത് വായിച്ചോണം. ദെൻ ഗോയിങ് ഇൻസൈഡ് ടു ദി എഡിറ്റോറിയൽ പേജ്, രണ്ടെണ്ണം എഡിറ്റോറിയലും ഒരെണ്ണം നമുക്ക് നേരെ ഒപ്പീനിയൻ പേജ് ഗ്രൗണ്ട് സീറോ പേജിലാണുള്ളത്. ഇതിനകത്ത് എഡിറ്റോറിയൽ വായിക്കേണ്ട എ വാട്ടർഷെഡ് മൊമെന്റ് ഇൻ ഇന്ത്യസ് ഡിഫൻസ് പോസ്റ്റർ. ഈ പോസ്റ്ററിന്റെ മീനിങ് എന്താ പോട്ടെ. ഇതിനകത്ത് റാഷണലി എന്നൊരു വേർഡ്, അതിന്റെ മീനിങ് എന്താ? ഡോസിയർ അപ്രോച്ച് എന്നൊരു ഫ്രേസ് ഉണ്ട്, അതിന്റെ മീനിങ് എന്താ? ഇതൊക്കെ പോട്ടെ. അതിന്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ നോർമലി കാണുന്ന ആംബിഗ്യസ് എന്ന് പറഞ്ഞ വാർഡുണ്ട്, അതിന്റെ മീനിങ് എന്താ? ഓക്കെ. തൊട്ട് താഴെ ദ എലിഫന്റ് ഇൻ ഇന്ത്യസ് ഡേറ്റാ റൂം, അത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഹെഡിങ് കേട്ടോടനെ ദ വൈറ്റ് എലിഫന്റ് എന്ന ഫ്രേസ് ഓർമ്മ വന്നത്. സോ അങ്ങനത്തെ ഫ്രേസുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരുപാട് കിട്ടും. അത് ഈ ഒരു ആർട്ടിക്കിൾ എന്നല്ല, ന്യൂസ് പേപ്പറിൽ കിട്ടും. സോ ഇതും നന്നായിട്ട് വായിച്ചോളൂ, അത്യാവശ്യം അടിപൊളി ആർട്ടിക്കിളാണ്. ദെൻ ഗ്രൗണ്ട് സീറോയിലെ നൈറ്റ്മെയർ ഓൺ ദ നർമ്മദ എന്ന് പറയുന്ന അടിപൊളിയാണ്. നമുക്ക് റീഡിംഗ് സ്പീഡ് കൂട്ടാൻ പറ്റുന്ന ഒരു സാധനം, വായിച്ചോണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഇങ്ങനെ റിവർ ബേസ്ഡ് അല്ലെങ്കിൽ റിവർ പൊല്യൂഷൻ, എൻവയോൺമെന്റ് ബേസ്ഡ് ആയിട്ട് വരുന്ന ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെയാണ് പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷിൽ RC ആയിട്ടും ക്ലോസസ്റ്റ് ആയിട്ടും ഒക്കെ കയറി വരും. സോ അതൊന്നെന്തായാലും വായിക്കാം. ദെൻ ഗോയിങ് ഫോർവേഡ്, ഇവിടെയൊക്കെ കുറച്ചുകൂടി എനിക്ക് നമ്മുടെ പൊളിറ്റിക്കൽ ന്യൂസ് ആണ് കാണാൻ പറ്റിയത്. അതിനുശേഷം നേരെ പോയി ബിസിനസ് പേജിലേക്കാണ്. ബിസിനസ് പേജിലേക്ക് ഞാൻ പോയപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോമസ് വൈ US പ്രോജക്ട് ഫ്രീഡം കുഡിൻ സെക്യൂർ ഫ്രീ നാവിഗേഷൻ എന്നൊരു കുഞ്ഞു ആർട്ടിക്കിൾ ഉണ്ട്. കുഞ്ഞല്ല, അത്യാവശ്യം വലുതാണ്, എന്നാലും ആ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചോളാം. Then moving on to the next വേൾഡ് പേജിൽ ദ ബ്രിഡ്ജ് ഓഫ് ഡിഫൻസ് ദാറ്റ് വാസ് സ്ട്രക്ക് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അത് എന്തായാലും വായിക്കാം. ഓക്കെ. പിന്നെ സ്പോർട്സ് ആണ്, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായിക്കാം. സോ ഇന്ന് വളരെ കുറച്ചേ ഉള്ളൂ വായിക്കാൻ. പെട്ടെന്ന് തന്നെ വായിക്കുക, വേർഡുകൾ എഴുതിയെടുക്കുക, ഫ്രേസുകൾ എഴുതിയെടുക്കുക, ഡൗട്ട് ഉള്ളതൊക്കെ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നാളെ സൺഡേ ആണ്, സൺഡേ വീഡിയോ ഉണ്ടാവില്ല, മൺഡേ കാണാം. സോ ഭാഷ ബഹുവിശേഷം.